നമസ്കാരം ഗൈസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ചാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാനും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റൽ ഫീൽഡായിരുന്നു. ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് എമർജൻസി ഹോസ്പിറ്റലൈസേഷൻ വരുന്ന സാഹചര്യത്തിൽ ഇൻഷുറൻസ് ഇല്ലാത്ത കാര്യത്താൽ പലരും ബുദ്ധിമുട്ടി ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് PMJY കാർഡുള്ള ആളുകൾക്ക്, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് പ്രധാനമന്ത്രിയുടെ ഒരു ഇൻഷുറൻസ് പദ്ധതി ഉണ്ടായിരുന്നു. 5 ലക്ഷം രൂപ വരെയുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതി. ആ ഒരു പദ്ധതി വെച്ചിട്ട് തിമിര സർജറി ചെയ്യുന്നതിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, ചൈതന്യ ഹോസ്പിറ്റൽ തുടങ്ങിയ ഹോസ്പിറ്റൽ, അഗർവാൾ ഹോസ്പിറ്റൽ തുടങ്ങിയ ഹോസ്പിറ്റലൊക്കെ ഈ ഒരു കാർഡ് വെച്ചിട്ട് തിമിര സർജറി ചെയ്യുന്നതിന്, അത് കസ്റ്റമറിന് വേറെ പൈസ ഒന്നും കൊടുക്കണ്ട, ആ ഒരു കാർഡ് പുതുക്കിയതാണെങ്കിൽ ആ കാർഡ് വെച്ച് ചെയ്യാനുള്ള ക്രമീകരണം ഉണ്ടായിരുന്നു. അപ്പം അന്ന് മുതൽ ഇൻഷുറൻസിനെ കുറിച്ച് ഞാൻ വളരെ ചിന്തിക്കുകയും അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ആദ്യത്തെ പോലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ജോയിൻ ആകുകയാണ്. ഇത് കഴിഞ്ഞ 3 വർഷമായി ഇൻഷുറൻസ് കമ്പനി തന്നെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം ഈ ഇൻഷുറൻസിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഹോസ്പിറ്റൽ സമയത്തും സോഷ്യൽ വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. സാധാരണക്കാരെ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് മെഡിക്കൽ ക്യാമ്പുകൾ ചെയ്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഹോസ്പിറ്റലുമായി സംസാരിച്ച് അവരുടെ സർജറികൾ ഇളവ് ചെയ്ത് കൊടുത്തുകൊണ്ടും, അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഇൻഷുറൻസ് കാർഡുള്ള ആളുകൾക്ക് അത് പുതുക്കി ആ ഒരു സ്കീമിൽ സർജറി ചെയ്യുന്നുള്ള ക്രമീകരണമൊക്കെ ചെയ്ത് ഒത്തിരി ആളുകൾക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. പലരും ഇന്നും നന്ദിയോടെ നമ്മളോട് വളരെ കാര്യമായി ഇടപെടുന്ന ഒരു ജോലിയായിരുന്നു ഞാനന്ന് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പം കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷം എൻ്റെ കയ്യിൽ നിന്ന് പോളിസി എടുത്ത പലരും നല്ല രീതിയിൽ ക്ലെയിം എടുത്ത് വലിയ കേസസൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ രോഗങ്ങളൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി വലിയ എമൗണ്ട് ക്ലെയിം എടുത്ത ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ സാക്ഷ്യം പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കാം. അവരെ നന്ദിയായിട്ട് നമുക്കൊരു വീഡിയോ അയച്ചു തന്നിട്ടൊക്കെ ഉണ്ട്. ഞാൻ പറയട്ടെ, ഏതൊരു വ്യക്തിക്കും, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചോളം, അവർ പെട്ടെന്ന് ദരിദ്രരായി തീരുന്നത് ഇമ്മീഡിയറ്റായിട്ട് അല്ലെങ്കിൽ അൺസർട്ടനായിട്ട് നമുക്ക് ലൈഫിൽ സംഭവിക്കുന്ന രോഗങ്ങളോ അല്ലെങ്കിൽ ആക്സിഡൻറ്റോ ഒക്കെയാണ്. നമ്മളെങ്ങനെയും കഷ്ടപ്പെട്ട് കുറേശ്ശെ സ്വരൂപിച്ചൊരു വീട് പണിത് അല്ലെങ്കിൽ ലോൺ എടുത്ത് കറക്റ്റ് EMI ഒക്കെ അടച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്ന സാഹചര്യമായിരിക്കും വീട്ടിൽ ആർക്കെങ്കിലും പെട്ടെന്നൊരു അസുഖം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പെട്ടെന്നൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. ചിലപ്പം പിള്ളേർക്കാകും, ചിലപ്പം പേരൻസിനാകും. ആ വീട്ടിലെ ബ്രെഡ് ഏൺ ചെയ്യുന്ന ആരാണോ, അല്ലെങ്കിൽ അവിടെ സാമ്പത്തികമായി ജോലിക്ക് പോയി ആ വീട് മുമ്പോട്ട് നടത്തുന്ന ആരാണോ, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് കുടുംബം പെട്ടെന്ന് ദാരിദ്ര്യത്തിലേക്ക് പോകുന്നത്, ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുക, അയൽവക്കത്തൊരു സംഭവം ഉണ്ടായാൽ നമുക്ക് കൂടി വന്ന് ചെറിയൊരു എമൗണ്ട് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ എക്കാലവും ആർക്കും ഒരാളെ സഹായിക്കാൻ സാധിക്കത്തില്ല. അതിനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിൽ ആർക്കും ഇല്ല. അവരെ നമുക്ക് സഹായിക്കണമെന്നുണ്ടെങ്കിലാണ് ഏക മാർഗ്ഗം എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് എടുപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസ് ഉള്ള ആളുകൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ, ഇപ്പോൾ PMJY കാർഡുള്ള ആളുകൾക്ക് എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊന്നും കിട്ടത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോട്ടയത്ത് മാതാ കാരിത്താസ്, അതുപോലെ തന്നെ മാർസ്ലിവ, അതുപോലുള്ള ഹോസ്പിറ്റലുകളൊന്നും ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ ഇൻഷുറൻസോ അല്ലെങ്കിൽ മെഡിസെപ്പോ ഒന്നും എല്ലാ രീതിയിലും ക്ലെയിം കിട്ടുന്ന ഹോസ്പിറ്റലുകളല്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിട്ടും. മെഡിക്കൽ കോളേജിൽ ഈ പറയുന്ന മെഡിസെപ്പ് ഉപയോഗിച്ച്, അതുപോലെ തന്നെ PMJY ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ക്ലെയിം എടുക്കാൻ സാധിക്കും. എന്നാൽ പ്രൈവറ്റ് ഇൻഷുറൻസ് ഉണ്ടെന്നില്ല. പ്രൈവറ്റ് ഇൻഷുറൻസ് പറയുമ്പോൾ നമുക്കറിയാം, അതുപോലെ ഉണ്ട്, ടാറ്റ AIG ഉണ്ട്, ബജാജ് ഉണ്ട്, നിവാബൂപ്പയുണ്ട്, അങ്ങനെ ധാരാളം കമ്പനികൾ, സ്റ്റാർ ഹെൽത്ത്, സ്റ്റാൻഡേർഡ് കമ്പനികൾസ് ധാരാളമുണ്ട്. അപ്പം ഇവിടെ നിന്നൊക്കെ എടുക്കുന്ന പോളിസികൾക്കാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, നമുക്ക് ക്ലെയിം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എടുക്കാണ്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പം പലരും പറയുന്നൊരു കാര്യം ഇതാണ്, ഇൻഷുറൻസ് തട്ടിപ്പാണ്. നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ക്ലെയിം കിട്ടത്തില്ല, ഇവർ പറ്റീരാണെന്നാണ് ഞാൻ സംസാരിച്ച സമയത്ത് പല ആളുകളിൽ നിന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം. ശരിയാണ്. ആദ്യ കാലങ്ങളിൽ ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത്. നമ്മൾ ഈ പ്രീമിയം അടച്ച് പോകുന്നു, പ്രത്യേകിച്ച് നമുക്ക് അസുഖങ്ങളൊന്നുമില്ല, നമ്മൾ വളരെ ചെറുപ്പമാണ്. പിന്നെ നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് വെറുതെ നമ്മുടെ കാശ് കൊടുക്കുന്നു, നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. അത് കുറേ കഴിഞ്ഞ് നമുക്കങ്ങനെ എന്തെങ്കിലും എമർജൻസി വരികയാണ്, അന്നേരം ഇൻഷുറൻസ് എടുക്കാം എന്നുള്ള ചിന്താഗതിയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടാകും. കാരണം ഞാൻ അഹല്യ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അന്ന് ടാറ്റ AIG പോളിസി എടുത്തിട്ട് 1 വർഷം പ്രീമിയം അടച്ച് 13,000 രൂപ. പിറ്റേ വർഷമായപ്പോൾ ഞാൻ റിന്യൂ ചെയ്തില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. കാരണം ഇപ്പം അസുഖങ്ങളൊന്നുമില്ല, കുടുംബത്തിൽ ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അതിനുശേഷം ഞാൻ ഇൻഷുറൻസ് വന്ന സമയത്ത് എൻ്റെ ഫാദറിന് സ്ട്രോക്ക് വരുന്നത്, ക്രാനിയോട്ടമി സർജറി ചെയ്തു. 3 ലക്ഷം രൂപയോളം സർജറിക്ക് തന്നെയായി. എല്ലാം കൂടെ ഒരു 5-5.5 ലക്ഷം രൂപയോളം എക്സ്പെൻസ് വന്ന സമയത്ത് നമുക്കന്ന് കമ്പനിയുടെ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട്
ഇൻഷുറൻസ് ചെയ്തുകൊണ്ട് കാറുന്നവരിപ്പോഴും വളരെ ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെയുണ്ട്. പല പ്രാവശ്യം ക്ലെയിം എടുത്തപ്പോഴാണ് ഇൻഷുറൻസിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം എൻ്റെ അടുത്ത് വരുന്ന ഒരു ക്ലയൻറ്റിനെയും ഞാൻ നിരുത്സാഹപ്പെടുത്തി വിട്ടിട്ടില്ല. കാരണം അവർക്ക് അറിയാൻ മേലെങ്കിൽ അവർ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ബോധവൽക്കരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ച് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിച്ച് ഞാൻ അവരെ എടുപ്പിക്കാറുണ്ട്. ആ എടുത്ത പലരും അവർക്ക് ലൈഫിൽ ക്ലെയിം കിട്ടിയിട്ടുണ്ട്. ക്ലെയിം കിട്ടിയ പലരും എന്നെ വിളിച്ച് നന്ദി പറയുകയും അവർ വീഡിയോസ് അയച്ചു തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഒന്ന് കോൺഫിഡൻ്റ് ആകാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇച്ചിരൂടെ സോഷ്യൽ വർക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഫീൽഡാണ് ഇൻഷുറൻസ്. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടർ. ഈവൻ ലൈഫ് ആയിക്കോട്ടെ, ജനറൽ ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, ഇതൊരു നല്ലൊരു ഫീൽഡാണ്. ജനങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയിൽ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല. കാരണം ഒരു നെഗറ്റീവ് ചിന്താഗതിയാണ് എന്നുള്ളത് എനിക്ക് വളരെ മനസ്സിലാക്കാൻ സാധിച്ചു. നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആളുകൾ ചിന്തിക്കുന്നത് ഒരു ഏജൻറ്റ് വേർത്തൊലിച്ച് വന്ന് അത് LICയിലെ ഏജൻറ്റിനെയൊക്കെയാണ് പെട്ടെന്ന് മനസ്സിലാക്കി അവർക്ക് വരുന്നത്. പുറകെ നിന്ന് ശല്യം ചെയ്ത് ഇങ്ങനെ ഓടിച്ചിട്ട് ഓരോ പോളിസി പിടിപ്പിക്കുന്ന ഒരു ചിന്താഗതിയാണ് ആളുകൾക്ക് വരുന്നത്. ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ആരുടെയും പുറകെ പോകേണ്ട കാര്യമില്ല. കാരണം ഇന്നിപ്പം ജനങ്ങൾക്ക് ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ജനങ്ങളെല്ലാം അവെയറാണ്. അല്പമെങ്കിലും സേവിങ്സ് ഉള്ള ആളുകളെ സംബന്ധിച്ചുള്ള അവർക്ക് ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് വളരെ അവെയറാണ്. അതിൻ്റെ അകത്തുള്ള ഇൻവെസ്റ്റ് ചെയ്താലുള്ള ഗുണം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ടാക്സിലുള്ള ഗുണം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് ATC 1010D ഒക്കെ അവിടെ ആപ്ലിക്കബിളാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അവർ ലൈഫ് ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് സംബന്ധിച്ചോളം നമ്മളിപ്പോൾ കൂടുതൽ ആളുകളോട് കൂടുതൽ റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ആളുകൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഏതാണ് നല്ല പ്ലാനെന്ന് അന്വേഷിക്കുന്നത്. ഇൻഷുറൻസ് ചെയ്യുന്ന ഒരാളെ കണ്ടു എൻ്റെയൊക്കെ ലൈഫിൽ പോളിസികൾ ആൾക്കാർ ഇങ്ങോട്ട് ചോദിക്കുകയാണ് ഏതാണ് നല്ല പ്ലാൻ എന്ന് ചോദിച്ചുകൊണ്ട് അവരിങ്ങോട്ട് ചോദിച്ചിട്ടാണ് മാക്സിമം നമ്മളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് അവർ പോളിസി എടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് ഇതാണ്. പലരും ചിന്തിക്കുന്നത് ഇൻഷുറൻസ് ഒരു തട്ടിപ്പാണ് എന്ന് ചിന്തിക്കുന്ന ഭൂരിഭാഗം ചെറുപ്പക്കാരുമാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. ഇൻഷുറൻസ് എന്ന് പറയുന്നത് IRDA ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഒരു ഫിനാൻസ് സെക്ടറാണ്. നമ്മൾ ഇൻഷുറൻസ് തട്ടിപ്പാണെന്ന് പറയുകയാണ്, നമ്മൾ ബാങ്കിങ് തട്ടിപ്പാണെന്ന് പറയുന്നത്. ഈ ബാങ്കിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI എന്ന് പറയുന്ന ഒരു ബോർഡുള്ളത്. ഇവർ ബാങ്കുകളെല്ലാം നിയന്ത്രിക്കുന്നു. IRDA ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്ന ആ ഒരു അതോറിറ്റി ഇൻഷുറൻസ് കമ്പനികളെ, അതായത് ലൈഫ് ഇൻഷുറൻസ് ആയിക്കോട്ടെ, ജനറൽ ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഹെൽത്ത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഇതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ബോർഡാണ്, ഗവൺമെൻറ് ബോർഡാണ് IRDA എന്ന് പറയുന്നത്. ഈ ഇൻഷുറൻസിൽ വർക്ക് ചെയ്യേണ്ട ഒരാൾക്ക്, ഒരു ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ IRDA നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു എക്സാമുണ്ട്. ആ എക്സാം പാസ്സായി ലൈസൻസ്ഡ് ആയാൽ മാത്രമേ ഉള്ളൂ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു പോളിസി ഒരാൾക്ക്, ഒരു ഏജൻറ്റിന് വിൽക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ കുറേ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ടെന്നുള്ളത് നിങ്ങൾ ക്ലിയറായിട്ട് മനസ്സിലാക്കുക. ചുമ്മാ അതൊന്നും ഒരാൾക്ക് ഓടി ചെന്നിട്ട് ഒരു ഇൻഷുറൻസ് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഓരോ കമ്പനികളും ഓരോ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തതിന് ശേഷം IRDAയുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവർക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഓരോ നിബന്ധനകൾ അവർ കാണിക്കുമ്പോഴും, ഓരോ ഓഫറുകൾ അവർ കൊടുക്കുമ്പോഴും ഇതെങ്ങനെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ള IRDAയുടെ ചോദ്യത്തിന് ഇവർ ക്ലിയറായിട്ട് മറുപടി പറഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഒരു പ്രൊഡക്റ്റ് അവിടെ അപ്രൂവൽ ആകുള്ളൂ. അങ്ങനെ അപ്രൂവൽ ആകുന്ന പ്രൊഡക്റ്റ് എന്ത് ചെയ്യത്തുള്ളൂ, ഇവർക്ക് വിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക. ഇനി ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം ഇതാണ്. ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത്, നമ്മൾ സംസാരിക്കാൻ പല ആൾക്കാരും എടാ അത് അടുത്ത ദിവസം എടുക്കാം, അല്ല ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ സംസാരിച്ച സമയത്ത് ആളുടെ ഭാര്യയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ക്യാൻസറാണ്, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം 1 വർഷം മുമ്പ് അയാൾ എന്നോട് സംസാരിച്ചാണ് പോളിസിയെക്കുറിച്ച്. അയാൾക്കും അയാളുടെ മോനും വേണ്ടിയിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ചെറുപ്പക്കാരാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ കൊട്ടേഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം വീണ്ടും അവരിന്ന് ആലോചിക്കുകയാണ്. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, ഒരിക്കലും ഇൻഷുറൻസ് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഏത് സാഹചര്യം എന്നറിയാമോ? നിങ്ങൾക്കൊരു ക്രിട്ടിക്കൽ ഇൽനെസ് വന്നാൽ, ക്യാൻസർ, അറ്റാക്ക്, സ്ട്രോക്ക്, ഇങ്ങനെയുള്ളതായ ക്രിട്ടിക്കൽ ഇൽനെസ് എന്തെങ്കിലും ലൈഫിൽ വന്നു പോയാൽ ഒരു കമ്പനിയും നിങ്ങൾക്ക് ഇൻഷുറൻസ് തരില്ല. കാരണം ഇൻഷുറൻസ് കമ്പനി വൺ സൈഡ് ബിസിനസ്സാണ്. കാരണം പെട്ടെന്ന് ക്ലെയിം വരുന്നൊരു പ്രോഡക്റ്റ് അവർ കൊടുക്കത്തില്ല. പെട്ടെന്ന് ക്ലെയിം വരുന്ന അവിടെ അണ്ടർ റൈറ്റിംഗ് ടീം എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സാണ്. ഓരോ കമ്പനിയും ഡോക്ടേഴ്സിനെ അതിന് വേണ്ടി തന്നെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു അസുഖമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ചാർജ് സമ്മറി ആയിക്കോട്ടെ, നമ്മുടെ ഹോസ്പിറ്റൽ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയിലെ ഡോക്ടർമാർ ഇത് വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷം അത് കുഴപ്പമില്ല, ഭാവിയിൽ വലിയ തലവേദനയില്ലാത്ത കേസാണെങ്കിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ. അല്ല നമുക്കിപ്പോൾ ഒരു മേജർ രോഗം വന്നിട്ട് ഒരു അടുത്തുള്ള ഒരു ഇൻഷുറൻസ് ഏജൻറ്റ് ചെന്നിട്ട് അയ്യോ എനിക്കൊരു പോളിസി വേണം എന്നും പറഞ്ഞ് ഓടിച്ചെല്ലുന്നു. ഇനിയിപ്പോൾ ഇൻഷുറൻസ് ഏജൻറ്റും അത്ര അറിവില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറയുന്ന പോളിസി കൊടുക്കുന്നു. പക്ഷേ അവിടെ നിങ്ങൾക്കുള്ള അസുഖം നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തില്ലെങ്കിൽ
ഇൻഷുറൻസ് കമ്പനിയിൽ ഏറ്റവും പറ്റുന്നൊരു പരാജയം അവരാണ്. ഒരു പോളിസി എടുക്കുമ്പോൾ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടല്ല പോളിസി എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പോളിസി ക്യാൻസൽ. ഇപ്പോഴത്തെ പുതിയ റൂൾ അനുസരിച്ചിട്ട് പോളിസിയും ക്യാൻസലാകും, അടച്ച പൈസയും തിരിച്ച് കിട്ടത്തില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. അതിനുശേഷം നമ്മൾ ഓംബുഡ്സ്മാനിൽ കേസിന് പോയാൽ ഡിസ്ക്ലോഷർ നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തില്ല എന്നുള്ളൊരു പോയിൻ്റാണ് അവിടെ വരുന്നതെങ്കിൽ ഓംബുഡ്സ്മാൻ കോടതിയിൽ പോലും നിങ്ങൾക്ക് അവിടെ ക്ലെയിം കിട്ടത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഹെൽത്തി ആയിട്ട് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ശരീരത്തെ നമ്മൾ ഇൻഷുർ ചെയ്യുകയാണ്. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി നമ്മൾ ഇൻഷുർ ചെയ്യുന്നു. വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കുന്ന പോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ശരീരം നമ്മൾ ഇൻഷുർ ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നശിക്കുമ്പോൾ അതിൻ്റെ ചികിത്സാ കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ഇൻഷുറൻസ് ഉപയോഗിക്കാം. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു പോളിസി എടുക്കേണ്ട സമയത്ത് അത് പിന്നീടാട്ടെ എന്ന് വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും മേജർ രോഗങ്ങൾ വന്നിട്ട് നമ്മൾ ഓടി ഒരു ഏജൻറ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു പോളിസി എടുത്താൽ അത് ഒന്നാമത് കാര്യം തന്നെ അറിയാവുന്ന ഒരു ഏജൻറ്റാണ് ഒരു പോളിസി തരത്തില്ല. രണ്ടാമതിന് അവരൊരു പോളിസി നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ക്ലെയിം കിട്ടാനും പോകുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ ചില കാര്യങ്ങളിൽ കമ്പനികൾ ചില കൺസെഷൻ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ആക്റ്റീവ് മാക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ആസ്മ, ABCD കണ്ടീഷൻ എന്ന് പറയും. A ഫോർ ആസ്മ, B ഫോർ BP, C ഫോർ കൊളസ്ട്രോൾ, D ഫോർ ഡയബറ്റിക്, ഇങ്ങനെ ABCD കണ്ടീഷൻ പറയും. ഈ 4 രോഗവും അമിതവണ്ണവും ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് 2 സ്റ്റെൻറ്റ് വരെയുള്ള കേസ് 1 വർഷം കഴിഞ്ഞതാണെങ്കിൽ, അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ രോഗം, ഇങ്ങനെ 7 രോഗമുള്ള ആളുകൾക്ക് കാണിച്ചിട്ട് എനിക്ക് ഈ അസുഖമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോളിസി എടുക്കാൻ സാധിക്കും. ഇപ്പം ഷുഗറുള്ള ഒരാളാണ്, ഇൻസുലിൻ എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരെ 3 മാസത്തെ ആവറേജ് ഷുഗർ HbA1c എന്ന് പറയും, അതും പിന്നെ ഫാസ്റ്റിംഗ് ഷുഗർ എടുത്തിട്ട് നമ്മൾ കമ്പനിക്ക് കൊടുക്കണം. അതുപോലെ പ്രഷറുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ 3 BP റീഡിങ്, കഴിക്കുന്ന മരുന്ന് ഡീറ്റെയിൽ എല്ലാം നമ്മൾ കൊടുത്തതിന് ശേഷം അത് അണ്ടർ റൈറ്റിങ്ങിൽ പോയിട്ട് നമ്മുടെ കമ്പനിയിലെ ഡോക്ടേഴ്സ് അത് വെരിഫൈ ചെയ്തതിന് ശേഷം കുഴപ്പമില്ല, ഇപ്പോൾ HbA1c ഒക്കെ ഒരു 7 താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 7.5 താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമ്പനി അത് ഇഷ്യൂ ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ കമ്പനി റിജക്റ്റ് ചെയ്ത് കളയും. വൺസ് കമ്പനി പോളിസി ഇഷ്യൂ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം കമ്പനി അറിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഈ പോളിസി തന്നിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ഇപ്പം ഡയബറ്റിക് ഒരാളെ സംബന്ധിച്ച് മേജറായിട്ട് വരുന്ന സംഭവിക്കുന്ന കിഡ്നി ഫെയിലർ ആകാം, പിന്നെ ഡയബറ്റിക് ന്യൂറോപ്പതി, ശരീരത്തിൽ ഇങ്ങനെ കൈക്കും കാലിനൊക്കെ മരവിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ ടച്ച് ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് നമുക്ക് കുറഞ്ഞു വരും. പിന്നെ ഞരമ്പിന് ബ്ലോക്ക് ആകും ഷുഗർ ചെന്നിട്ട്. ഡയബറ്റിക് കൂടുതലായിട്ട് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകും, ഞരമ്പ് ബ്ലോക്ക് ആകും, ഞരമ്പ് കട്ടായി പോകും. അങ്ങനെയുള്ള പല രീതിയിലുള്ള രോഗങ്ങൾ ഡയബറ്റിക് കാരണം. ഇതൊക്കെ ജീവിതശൈലി രോഗമാണ്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ആസ്മ എന്ന് പറയുന്നത് ജീവിതശൈലി രോഗമാണ്, ക്രോണിക് ഡിസീസ് എന്ന് പറയും. ഇത് വന്നു കഴിഞ്ഞാൽ പതിയെ നമ്മുടെ ശരീരത്തെ കാണുന്നത്. അതുകൊണ്ടാണ് ലൈഫ് ലോങ് ഈ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കണമെന്ന് ഡോക്ടേഴ്സ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. വൺസ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് നമ്മളത് മരുന്ന് കഴിക്കുക, പിന്നെ ലൈറ്റായിട്ട് എക്സസൈസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ നമുക്ക് ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യാനേ നമുക്ക് പറ്റത്തുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു സിനാരിയോയിൽ, ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കേരളത്തിൽ ജീവിക്കുമ്പോൾ, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു 30-35 വയസ്സ് തൊട്ടുള്ള ആൾക്കാർക്ക് ഈ ജീവിതശൈലി രോഗങ്ങൾ കണ്ടു തുടങ്ങി. ഒന്ന് മെയിനായുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സസൈസ് ഇല്ല. കൂടുതൽ ആളുകൾക്ക് എക്സസൈസ് ഇല്ല. അവരൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവരും പിന്നെ പൊതുവെ മടിയന്മാരാണ് കേരളത്തിലുള്ള ഭൂരിഭാഗം ആൾക്കാരും. അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യൻസ് അവിടെ വന്നത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പം നമുക്ക് വർക്കൗട്ട് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള രോഗങ്ങൾ സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു കുടുംബത്ത് സന്തോഷമായിട്ട് പോകുന്നൊരു ഫാമിലി പെട്ടെന്ന് ഡിസപ്പോയിൻറ്റഡ് ആകുന്നതിൻ്റെ മെയിൻ റീസൺ ഒന്നെങ്കിൽ അവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു മേജർ രോഗം, ഇപ്പോൾ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തെ സകല സന്തോഷം പോവാണ്. എന്നാൽ നമുക്കൊരു ടേം ഇൻഷുറൻസോ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസോ നമുക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫിലൊരു കോൺഫിഡൻസ് ആണ്. ഇപ്പം ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ചോളം അവൻ വണ്ടിയെടുത്ത് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ, ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ, കാർ ഓടിച്ച് പോകുമ്പോൾ അവനൊരു കോൺഫിഡൻ്റ് ഉണ്ട്. കാരണം എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ പിന്നിൽ ഒരു ഇൻഷുറൻസ് ഉണ്ട്, സാമ്പത്തികമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനൊരു സംഭവം ഉണ്ടെന്നുള്ളൊരു ധൈര്യം നമുക്കുണ്ടാവും. അതേസമയം നമുക്കങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ, നമുക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ നമ്മളെ പ്രതി സഫർ ചെയ്യുന്നത് നമ്മുടെ കുടുംബമാണ്, നമ്മുടെ ഭാര്യയും മക്കളും അല്ലെങ്കിൽ പേരൻസ് ആയിരിക്കും ഇത് സഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അല്ലാത്ത ആളുകളോട് നമ്മൾ എത്ര പ്രാവശ്യം ആരോഗ്യ ഇൻഷുറൻസ് നല്ലതാണെന്ന് പറഞ്ഞാൽ പോലും അവരെന്ത് ചെയ്യത്തില്ല, ഇതെടുക്കത്തില്ല. അവർ ചിന്തിക്കുന്നത് ഈ ഒരു ഏജൻറ്റിന് കിട്ടുന്ന കമ്മീഷൻ അല്ലെങ്കിൽ കമ്പനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഞാൻ പറയാമല്ലോ, കമ്പനിക്ക് ബെനിഫിറ്റ് ഉണ്ട്, എല്ലാ കമ്പനികളും ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ അതുപോലെ തന്നെയാണ് ഈ മേടിക്കുന്ന പ്രൊഡക്റ്റ്. നമ്മൾ കാശ് കൊടുത്തൊരു പ്രൊഡക്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നമുക്ക് ഉപകാരപ്പെടണം. ആ പെടേണ്ടതായ കാര്യങ്ങളാണ് നിങ്ങളൊരു ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളൊരു TV അല്ലെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജ്
അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് നിങ്ങൾ മേടിക്കുന്നത് എന്തിനാണ്? അത് നിങ്ങളുടെ ആവശ്യം, അത് കമ്പനി സപ്പോർട്ട് ചെയ്യാനല്ല. ഇൻഷുറൻസ് എടുക്കുന്നത് നിങ്ങളുടെ ആവശ്യമാണ്. ഒരിക്കലും ബജാജ് അലയൻസിനെയോ അല്ലെങ്കിൽ ആദിത്യ ബിർളയെയോ ടാറ്റ ഏജിയനോ സപ്പോർട്ട് ചെയ്യാനല്ല. ഇൻഷുറൻസ് എടുക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മുടെ ഫാമിലി സെക്യൂർ ആകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഷുറൻസ് എടുക്കുക. നമുക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫും ചിൽഡ്രൻ എല്ലാവരും കൂടിയിട്ട് എടുക്കുന്ന പ്ലാനുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിതിനെക്കുറിച്ച് ബോധവാന്മാരാകണമെന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരിക്കലും ഇൻഷുറൻസ് എന്ന് പറയുന്നത് ആരെയും നിർബന്ധിച്ച് ഏൽപ്പിക്കേണ്ട സാധനമല്ല. ഇത് ആളുകൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി സ്വയമായിട്ട് തിരഞ്ഞെടുത്ത്. ഇപ്പം എൻ്റെ അടുത്ത് ചെറുപ്പക്കാർ ഒത്തിരി പേര് UK-യിലും കാനഡയിലും US-ലും ഒക്കെയുള്ള ആൾക്കാർ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അവർ പോളിസി എടുക്കുന്ന അല്ലെങ്കിൽ നിലവിലുള്ള പോളിസി പോർട്ട് ചെയ്തും അല്ലെങ്കിൽ പുതിയ പോളിസി എടുക്കുന്ന നാട്ടിലുള്ള പേരൻസിനെ പോളിസി എടുക്കുന്നതിനൊക്കെ അവർ എന്നെ വിളിച്ച്, ഞാൻ രാത്രിയിലാണ് കൂടുതലും പോളിസിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ആ സമയത്ത് അവർ എന്നെ വിളിച്ച് എൻ്റെ ഡീറ്റെയിൽ ചോദിക്കുക. അതുപോലെ തന്നെ ഓൺലൈനിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ആക്റ്റീവ് 1 മാക്സ് ആദ്യത്തെ പിള്ളേർ അടിച്ചു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽ വരും. ആക്റ്റീവ് 1 മാക്സ് പ്ലസ് എന്ന് നമ്മൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബ്രോഷർ ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിലും വരും. അപ്പോൾ അത് വെച്ച് ഇവർ പഠിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. 7 രോഗങ്ങൾ ഞാൻ പറഞ്ഞു: പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ആസ്മ, അമിതവണ്ണം, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് 2 സ്റ്റെൻറ്റ് വരെയുള്ള കേസും അതുപോലെ ശ്വാസകോശ സംബന്ധമായ രോഗം. ഈ 7 രോഗമുള്ള ആളുകൾക്ക് ഡേ 1 തൊട്ട് കവറേജ് കിട്ടുന്ന ഒരു പ്ലാനാണ് ആദ്യത്തെ പിള്ളയുടെ ആക്റ്റീവ് 1 മാക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡെയിലി എക്സസൈസ് ചെയ്യുന്നതിന്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ആക്ടിവിറ്റിയോടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരു ദിവസം 10,000 സ്റ്റെപ്പ് നടക്കുകയോ അല്ലെങ്കിൽ 300 കലോറി നമ്മൾ വർക്കൗട്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആക്റ്റീവ് ആയിട്ട് കരുതും. അങ്ങനെ ഒരു വർഷത്തിൽ 365-ൽ 325 ആക്റ്റീവ് ഡേയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ 100% പ്രീമിയം നമുക്ക് ഇളവ് ചെയ്ത് കിട്ടും. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഈക്വലായിട്ട് പോകാം, 50-50 ആയിട്ട് പോകും. അവർ രണ്ടുപേരും നടക്കുകയാണെങ്കിൽ അത് 100%, ഒരാളാണെങ്കിൽ 50%, ആ ലെവലിൽ. എന്നാൽ അത് 275 വർക്കിംഗ് ഡേയ്സ് ആണ്. ആക്റ്റീവ് ഡേയ്സ് 275 ആണെന്നുണ്ടെങ്കിൽ 50%, ശരാശരി ഒരു മാസം 13 ദിവസം വെച്ചിട്ട് 156 ദിവസമാണെന്നുണ്ടെങ്കിൽ 30% റിന്യൂവൽ ടൈമിൽ പ്രീമിയം ഇളവ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ കമ്പനി ഒരു ഹെൽത്ത് ആക്ടിവിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞ ഇതാണ്: ഈ പോളിസി എടുക്കുന്ന ആളുകൾ ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നതോടെ അവർ ഹെൽത്തി ആകുക. അവർ ഹെൽത്തി ആകുന്നതോടെ ക്ലെയിം റേഷ്യോ കുറയും. അത് കമ്പനി എന്ത് ചെയ്യുക, കസ്റ്റമറിന് തിരിച്ചു കൊടുക്കുന്നു. ആളുകളെ ഹെൽത്തി ആക്കുന്ന ഒരു മെത്തേഡാണത്. അതുപോലെ തന്നെ ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ വന്നിട്ട് 6 മാസവും പ്രീ ഹോസ്പിറ്റലൈസേഷൻ 3 മാസവും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ വന്നിട്ട് 6 മാസവും, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പുള്ള 3 മാസവും, ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ വന്നതിന് ശേഷമുള്ള 6 മാസവും നമ്മൾ OPD കേസസ്, ഡോക്ടറെ കാണുന്ന മരുന്ന് മേടിക്കുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഎംബേഴ്സ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപേയ്മെൻ്റ് ഇല്ല, സപ്ലിമെൻ്റ് ഇല്ല. 100% നമുക്ക് ക്ലെയിമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 100% ക്ലെയിം തരുന്നത്. അതായത് നമ്മുടെ നോൺ മെഡിക്കൽ ഐറ്റംസ് എല്ലാം ഇൻക്ലൂഡാണ്. നോൺ മെഡിക്കൽ എന്ന് പറഞ്ഞാൽ സിറിഞ്ച്, നീഡിൽ, പാമ്പേഴ്സ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ. ഇതൊന്നും സാധാരണ ഇൻഷുറൻസ് കവറേജ് കൊടുക്കാറില്ല. എന്നാൽ നമ്മുടെ ഈ പ്ലാനിൽ, ആദ്യത്തെ ഈ പ്ലാനിൽ നോൺ മെഡിക്കൽ ഐറ്റത്തിനെല്ലാം കവറേജ് ഇൻക്ലൂഡാണ് വരുന്നത്. ഈ ആക്റ്റീവ് 1 മാക്സ് എന്ന് പറഞ്ഞ പ്ലാനിൽ 100% ക്ലെയിം വരുന്നതാണ്. അത് നമുക്ക് 100% ക്ലെയിം എടുത്തിരിക്കുന്ന ആൾക്കാരുടെ സാക്ഷ്യം നമുക്കറിയാം. കാരണം എൻ്റെയൊക്കെ ഇഷ്ടംപോലെ ക്ലയൻസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ ബ്രാഞ്ചിൽ തന്നെയുള്ള എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള ഒരു ഏജൻറ്റ് മുഖേന, ഒരു വർഷമായ ഏജൻറ്റ് ഒരു ഫാമിലി അപ്രോച്ച് ചെയ്യുന്നതാണ്. അവരോട് സംസാരിക്കുകയാണ്, അവർ പിന്നെയാട്ടെ എന്തായാലും അവർ നല്ല സമയത്തിന് അവർ പോളിസി എടുത്തു. ഒരു 4 മാസം കഴിഞ്ഞ് ആ വീട്ടിലെ മൂത്ത കൊച്ചിന് ക്യാൻസറാണെന്ന് അറിയുന്നത്. 7 ലക്ഷം രൂപയുടെ പ്ലാനാണ് എടുത്തത്. എന്നാൽ അവർ ഏറെക്കുറെ ഒരു 17 ലക്ഷം രൂപയോളം ക്ലെയിം ആദ്യത്തെ വർഷം തന്നെ എടുത്തു. എങ്ങനെയാണെന്നറിയോ? നമ്മുടെ ഈ പ്ലാനിൻ്റെ വേറൊരു അഡ്വാൻറ്റേജാണത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എടുത്ത സമ്മൻഷോട് എപ്പോഴെങ്കിലും തീർന്നു പോയാൽ സെക്കൻഡിലും ഓണേഴ്സ് കമ്പനി വീണ്ടും അത് റീചാർജ് ചെയ്ത് തരും. അതായത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി 10 ലക്ഷം രൂപയുടെ ക്ലെയിം വന്നു, 10 ലക്ഷം രൂപയും തീർന്നു പോയി, വീണ്ടും അടുത്ത ഹോസ്പിറ്റലൈസേഷൻ വരുമ്പോഴത്തേനും കമ്പനി എന്ത് ചെയ്യുക, ആ 10 ലക്ഷം രൂപ വീണ്ടും റീഫിൽ ചെയ്താൽ എത്ര പ്രാവശ്യം അത് തീർന്നാൽ ആ വർഷം അത് കമ്പനി ഫ്രീ ആയിട്ട് റീഫിൽ ചെയ്ത് തരും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പുതിയ പ്ലാനാണ്, ലേറ്റസ്റ്റ് പ്ലാനാണ് ആക്റ്റീവ് 1 മാക്സ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കുട്ടിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയുടെ പ്ലാൻ എടുത്തു, കുറേ ട്രീറ്റ്മെൻറ്റ് നടത്തി, 10 ലക്ഷം രൂപ തീർന്നു, വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കീമായി കിടക്കാൻ നേരത്തെ വീണ്ടും ഇൻഷുറൻസ് വന്നു. അപ്പോൾ കമ്പനി ഫ്രീ ആയിട്ട് റീചാർജ് ചെയ്ത് കൊടുത്തിരിക്കുക. അപ്പോൾ വീണ്ടും ഇത് എടുത്തു. അങ്ങനെ എടുത്തിരിക്കുന്ന സമ്മൻഷയുടെ ഡബിളോളം എന്ത് ചെയ്യാൻ പറ്റി, അവർക്ക് ക്ലെയിം എടുക്കാനായിട്ട് സാധിച്ചു. അതാണ് എൻ്റെ പ്രത്യേകത. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ പോളിസികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പോളിസിക്ക് ക്ലെയിം ഇല്ലെങ്കിൽ മാത്രം നോ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞിട്ട് ഇവർ ക്ലെയിം കൊടുക്കുകയായിരുന്നു. നോ ക്ലെയിം ബോണസ് ക്ലെയിം ഇല്ലാത്തതിനും അഡീഷണൽ ബോണസ് കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ ആ ഒരു രീതി മാറിയിട്ട് സൂപ്പർ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ടേമാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് എടുക്കുന്ന സമ്മൻഷേർഡ്
10 ലക്ഷം രൂപയാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതിൽ അടുത്ത വർഷം റിന്യൂ സമയത്ത് 10 ലക്ഷം രൂപ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബോണസായിട്ട് തരുവാണ് എന്ന് പറഞ്ഞാൽ ആ സമയം ക്ലെയിം ഒന്നും ഇല്ലെങ്കിൽ 20 ലക്ഷം രൂപയുടെ കവറേജ് വരും. അതിനിടയ്ക്ക് നിങ്ങൾ 5 ലക്ഷം രൂപ ക്ലെയിം എടുത്ത് 5 ലക്ഷം രൂപ ആണെങ്കിൽ 15 ലക്ഷം രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ബോണസ് ഉൾപ്പെടെ നിങ്ങളുടെ ഇൻഷുറൻസ് ആയിട്ടോട് കിടക്കും. മൂന്നാമത്തെ വർഷം ആകുമ്പോഴത്തേനും വീണ്ടും 10 ലക്ഷം, അങ്ങനെ 5 വർഷത്തേക്ക് നിങ്ങൾക്ക് 10 ലക്ഷം വെച്ച് ആഡ് ചെയ്യാം. ആദ്യത്തെ ബേസിക് പ്ലാൻ കൂട്ടി 6ാമത്തെ വർഷം വരുമ്പോൾ 60 ലക്ഷം രൂപയുടെ കവറേജ് വരും. ഒരു ഫാമിലിക്ക് മൊത്തം 60 ലക്ഷം രൂപ. ഇപ്പോൾ 20 ലക്ഷം എടുക്കുന്ന 1,20 ലക്ഷം രൂപയുടെ കവറേജ് വരും. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അഡീഷണൽ ബോണസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ആംബുലൻസ് എക്സ്പെൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ എമൗണ്ടാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ എനി റൂം ഫെസിലിറ്റി ഉണ്ട്, ഇഷ്ടമുള്ള റൂം നമുക്ക് എടുക്കാം. അതിൻ്റെ ആക്ച്വൽ എമൗണ്ട് എത്രയാണോ അത്രയും നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതിനോ സബ് ലിമിറ്റോ കോ പേയ്മെൻറ്റോ മറ്റ് ലിമിറ്റേഷൻസോ അപ് ടു സം ഇൻഷുറാണ് അതിൻ്റെ ക്ലെയിം വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി പ്ലാനാണ് ആദ്യത്തെ പുള്ളിയുടെ പ്ലാൻ എന്ന് പറയുന്നത്. ആക്റ്റീവ് 1 മാക്സ് പ്ലസ് കൊണ്ട് പോർട്ട് ചെയ്യുന്ന പല കമ്പനിയിൽ നിന്ന് പോർട്ട് ചെയ്യുന്ന വരുന്ന ആളുകൾക്ക് ആക്റ്റീവ് 1 മാക്സ് പ്ലസിലേക്ക് പോർട്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഈ പ്ലാൻ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ഈ പോളിസി എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞാൽ ഈവൻ ക്ലെയിം വന്നാലും എല്ലാ സർവീസും ഞാൻ ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. എപ്പോഴും നിങ്ങൾ ഒരു ഓൺലൈൻ പോളിസി എടുക്കുന്നതിലും ബെസ്റ്റ് അറിയാവുന്ന ഒരു ഏജൻറ്റ് ത്രൂ അല്ലെങ്കിൽ ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്ന ഡയറക്ടർ എംപ്ലോയി ത്രൂ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടാനായിട്ട് എളുപ്പം. കാരണം പോളിസി ബസാർ വഴിയൊക്കെ പോളിസി എടുത്തിട്ട് പലരും നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. എവിടെ ആരോട് ചോദിക്കണമെന്ന് അവർക്കറിയത്തില്ല, ആരെ വിളിക്കണമെന്ന് അറിയത്തില്ല, ആരെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ബജാജിൻ്റെയൊക്കെ ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുത്തിട്ട് പല ആൾക്കാരും നമ്മളെ അപ്രോച്ച് ചെയ്യാറുണ്ട്. കാരണം അവർക്ക് പിന്നെ ബാക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ലത് ഒരു എംപ്ലോയി, കമ്പനി ഡയറക്റ്റ് എംപ്ലോയിയുടെ കയ്യിൽ നിന്നൊരു പോളിസി എടുക്കുന്നതായിരിക്കും കസ്റ്റമറെ സംബന്ധിച്ച് എപ്പോഴും സപ്പോർട്ട് കിട്ടാനായിട്ട്. കാരണം സെയിൽ മാത്രമല്ലോ, ആഫ്റ്റർ സെയിലാണല്ലോ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കോൺട്രോൾ സ്റ്റാഫാണ്. അപ്പം ഞങ്ങൾ ത്രൂ ഞങ്ങളുടെ ഏജൻറ്റ് ത്രൂ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും ഒരു ഹോസ്പിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലെയിമിൽ ഒരു ഡിലേ വന്നാൽ അതൊക്കെ നമ്മൾ ത്രൂ അത് ക്ലിയർ ചെയ്ത് തരാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം ഇതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. കാരണം വാഹനങ്ങൾ പെരുകി, ആളുകൾ പെരുകി, ലൈഫിൽ ഈ പറയുന്ന യാതൊരു സെക്യൂരിറ്റി നമുക്ക് നിലവിലിപ്പം ഇല്ല. പണ്ടത്തെ ആ ഒരു സെക്യൂർഡ് ലൈഫല്ല ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബത്തെ വലിയൊരു വിപത്തിൽ നിന്ന് രക്ഷിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് എടുക്കുന്ന അറിവുള്ള ഒത്തിരി ആൾ, ഞാൻ ഈ ഫീൽഡിൽ വന്നതിന് ശേഷം മിഡിൽ ക്ലാസ്സും അതിന് മുകളിൽ റിച്ചായിട്ടുള്ള പല ആൾക്കാരും എല്ലാവരും തന്നെ ഇൻഷുറൻസ് എടുത്ത് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ടേം ഇൻഷുറൻസൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ടേം ഇൻഷുറൻസ് പല കമ്പനികൾ എടുത്ത് വെച്ചിരിക്കുന്ന പല ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പല കമ്പനികൾ എടുത്ത് വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ഇതിൻ്റെ അകത്ത്. എനിക്ക് എൻ്റെ സൗഹൃദത്തിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ പല കസ്റ്റമറുമായിട്ട് നമ്മൾ മാർക്കറ്റിംഗ് ഫീൽഡിലായതുകൊണ്ട് ഓരോ ദിവസവും പുതിയ പുതിയ ആളുകളുമായിട്ട് ഇടപെടുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കിയ അവരിൽ നിന്നൊക്കെയാണ് നമ്മൾ പല കാര്യങ്ങളും പഠിച്ചത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലായ ഒരു കാര്യമാണ്. നമ്മൾ ചെറിയൊരു എമൗണ്ട് നമ്മൾ സേവ് ചെയ്തിട്ട് അതൊരു വലിയ സംഭവമായിട്ട് നമ്മൾ കരുതും. ഒരു 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ ഒരു പ്രീമിയം അടയ്ക്കുന്നതിന് പകരം അയ്യോ അതുണ്ടെങ്കിൽ അത്, പക്ഷേ അവിടെ ഒരു 10 ലക്ഷം 20 ലക്ഷം രൂപയുടെ ഒരു എക്സ്പെൻസ് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ലക്ഷങ്ങളുടെ എക്സ്പെൻസ് വരുമ്പോഴാണ് നമ്മൾ പെട്ടുപോകുന്നത്. കാരണം നമുക്ക് ഒന്നും മേലാതെ വരും. അല്ലെങ്കിൽ ചെറിയ സ്ഥലമൊക്കെ ഉള്ള സ്ഥലം വിൽക്കേണ്ടി വരും, ഗോൾഡ് കൊണ്ട് പണയം വെക്കുക വിൽക്കേണ്ടതായിട്ടൊക്കെ വരുന്നൊരു സാഹചര്യം വരുന്നതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് പറയാനുള്ളതാണ്, ഹെൽത്ത് ഇൻഷുറൻസ് അതുപോലെ ലൈഫ് ആയിക്കോട്ടെ, ജനറൽ ഇൻഷുറൻസ്, വണ്ടിയുടെ ഇൻഷുറൻസ് ആയിക്കോട്ടെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ ഒഴിവാക്കരുതെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്കറിയാവുന്ന പരിചയക്കാരനെ കണ്ടിട്ട് ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് നിങ്ങളുടെ ലൈഫ് സെക്യൂർ ആക്കുക, നിങ്ങളുടെ ഫാമിലി സെക്യൂർ ആക്കുക. പിന്നെ ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ പോളിസി എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് അസുഖങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞ് മാത്രമേ നിങ്ങൾ പോളിസി എടുക്കാവുള്ളൂ. ഒരിക്കലും ഇൻഷുറൻസ് കമ്പനിയിൽ മറച്ച് വെച്ച് പോളിസി എടുത്താൽ നിങ്ങൾക്ക് ക്ലെയിം കിട്ടത്തില്ല. ഇൻഷുറൻസ് കമ്പനി കണ്ടുപിടിച്ചാൽ ക്ലെയിം കിട്ടത്തില്ല, റിജക്ഷൻ ഉണ്ടാകും, പോളിസിയും ക്യാൻസലും. അതാണ് ഇപ്പോഴത്തെ പുതിയ റൂൾ. പണ്ടൊക്കെ ആദ്യത്തെ പിള്ളേരുടെ രീതി അനുസരിച്ചിട്ട് കസ്റ്റമർ അറിയാതെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ക്യാഷ് കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒരു 5-6 മാസമായിട്ട് ആദ്യത്തെ പിള്ളേയും ഡിസ്ക്ലോഷർ ആയിട്ടുള്ള കേസിൽ റീഫണ്ട് കൊടുക്കുന്നില്ല. കമ്പനിയെ പറ്റിച്ചു എന്നുള്ള നിലയ്ക്ക് അവർ ആ ഫണ്ട് കൊടുക്കാറില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങളൊരു പുതിയ പോളിസി എടുക്കാനായിട്ട്. എന്ത് കാര്യമുണ്ടെങ്കിലും ഡിസ്ക്ലോസ് ചെയ്യുക. ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നിങ്ങൾ പോളിസി എടുക്കുക. പിന്നെ ഒത്തിരി EMI ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ആദ്യത്തെ പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് പൈസ അടയ്ക്കാനില്ലാത്ത ഒരാൾക്ക് ഒരു 30,000 രൂപയ്ക്ക് മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈബും ഫിൻഷാൾ എന്ന് പറഞ്ഞ 2 ഫിനാൻസ് കമ്പനികളെ കമ്പനി തന്നെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അവർ ത്രൂ സിവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ EMI ഓപ്ഷൻ ഉണ്ട്. 18 മാസം വരെ 3 ഇയർ ഒരുമിച്ച് എടുത്താൽ 18 മാസം വരെ നമുക്ക് EMI ആയിട്ട് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ആക്റ്റീവ് 1 മാക്സ് പ്ലസ് ഒക്കെ എന്ന് 5 ഇയർ ഒരുമിച്ച് എടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്.
നോർമൽ പോളിസികളാണ് 3 ഇയർ ഒരുമിച്ച്. അപ്പോൾ 10% കമ്പനി നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കും. 5 ഇയർ ആണ് 14% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഒറ്റയടിക്ക് അടിക്കുന്നവർക്ക് അത് ലാഭമാണ്. അല്ലാത്ത ആളുകൾക്ക് EMI ഓപ്ഷനിൽ എടുത്തിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഇനി പൈസ ഒറ്റയടിക്കില്ല എന്നുള്ള കാരണത്താൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ പഠിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൺസ് നമ്മൾ ഒരു ക്ലെയിം എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെക്കുറിച്ചൊരു കോൺഫിഡൻറ്റ് ഉണ്ടാകും. നമുക്ക് 10 പേരോട് പറയാനുള്ള ധൈര്യം ഉണ്ടാകും. ഞാനിപ്പോൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് നിങ്ങളത് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ പോളിസിയുടെ ക്ലെയിം എടുത്തിട്ടുണ്ട്, എനിക്കെടുത്തിട്ടുണ്ട്, എൻ്റെ ഫാമിലിക്ക് എടുത്തിട്ടുണ്ട്. അപ്പം ഇൻഷുറൻസിൻ്റെ പ്രാധാന്യം മനസ്സിലായിക്കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഞാൻ എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ അനിയനെയും ഭാര്യയും പെങ്ങളെയും കുടുംബത്തെയും സഹോദരങ്ങളൊക്കെ ഞാൻ നിർബന്ധിച്ച് ഇത് എടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഒത്തിരി പൈസ ഉള്ളവരായിട്ടൊന്നുമല്ല, EMI ആയിട്ട് തന്നെ എടുത്തതാണ്. കാരണം ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ അവരെ നിർബന്ധിച്ച് എടുപ്പിച്ചതാണ്. അപ്പോൾ എനിക്കെൻ്റെ പ്രിയ സഹോദരങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ ഇതേ ഉള്ളൂ. കാരണം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നതാണ്, നിങ്ങൾ പോളിസി എടുക്കുക. ഇപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ എടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഹോസ്പിറ്റലിനെ അപ്രോച്ച് ചെയ്യാം. ആ സമയത്ത് ഒരു കമ്പനിയും നിങ്ങൾക്ക് ക്ലെയിം നിരസിക്കത്തില്ല. ഈവൻ ക്ലെയിം നിരസിച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഓംബുഡ്സ്മാൻ ഉണ്ട്. ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ അണ്ടറിലുള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനികളെയും നിയന്ത്രിക്കുന്ന ഒരു കോടതിയാണ്. അവിടെ പരാതി വന്നു കഴിഞ്ഞാൽ കസ്റ്റമറോടൊപ്പമാണ് കൂടുതൽ നിൽക്കുന്നത്. കൺസ്യൂമർ കോർട്ടുണ്ട്. എങ്കിൽ പോലും ഇവിടെ ഓംബുഡ്സ്മാൻ വഴി പോയിരിക്കുന്ന പല കേസുകളും ഞാൻ ഓൺലൈനിൽ കൊടുത്തിട്ട്, ഓൺലൈൻ ഗ്രീവിയൻസ് ഉണ്ട്. ഓൺലൈനിൽ കയറി നമുക്ക് ഡയറക്റ്റ് കൊടുക്കാവുന്നതാണ്. അല്ലാത്ത സംശയമുള്ള ആളുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത് തരും. അങ്ങനെ ഡയറക്റ്റായിട്ട് കംപ്ലയിൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓംബുഡ്സ്മാൻ വഴി ഡയറക്റ്റ് കസ്റ്റമറിന് പേയ്മെൻറ്റ് കിട്ടും. അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറ്റിക്കാൻ പറ്റത്തില്ല. ഇൻഷുറൻസിൽ നമ്മൾ എന്തെങ്കിലും മറച്ച് വെച്ച് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ക്ലെയിം കിട്ടാതിരിക്കത്തുള്ളൂ. സത്യസന്ധമായിട്ട് എടുത്തിരിക്കുന്ന ഒരു ക്ലെയിമും ഒരു പോളിസിയും ക്ലെയിം നിരസിച്ച് ഇൻഷുറൻസ് കമ്പനിക്കൊന്നും ആളുകളെ പറ്റിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു വാസ്തവം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഇൻഷുറൻസ് തട്ടിപ്പാണ് എന്നും പറഞ്ഞൊരിക്കലും പോളിസി എടുക്കാൻ നടക്കരുത്. അതാണ് എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുന്ന സമയത്ത് ഇപ്പം നിലവിൽ എന്തെങ്കിലും അസുഖമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പോളിസി എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പോളിസി എടുത്തതിന് ശേഷം അസുഖം വന്നതാണ്. ഫോർ എക്സാമ്പിൾ പോളിസി എടുത്ത സമയത്ത് അസുഖമൊന്നുമില്ല, ഒരു 2 വർഷം കഴിഞ്ഞൊരു അസുഖം വന്നു, നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന സമയത്ത് അവിടെ ക്ലെയിം വരുന്ന സമയത്ത് ആദ്യം അവർ ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്, ഇത് എത്ര കാലം മുമ്പാണ് നിങ്ങൾക്ക് ഇത് വന്നത്. ഇപ്പം ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ടൈപ്പുള്ള ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ പ്രിയോത്തിന് അവിടുത്തെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവർ മെയിൽ അയക്കും. പ്രിയോത്തിൽ അവരാദ്യം കൊറി ചോദിക്കുന്നത് ഇങ്ങനെയാണ്, എന്നാണ് നിങ്ങൾക്ക് ഈ നിലവിലുള്ള അസുഖം വന്നത്. നേരത്തെ ഉള്ളതാണെങ്കിൽ ഇനി ഏത് ഡോക്ടറാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് കൺസൾട്ടേഷനാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഈ അസുഖം വന്നപ്പോൾ നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ പോയിട്ട് ഏത് ഡോക്ടറെയാണ് കണ്ടത് എന്ന് ചോദിക്കുക. അപ്പം നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ആ ഡോക്ടർ ഫസ്റ്റ് കൺസൾട്ടേഷൻ, അതായത് ഇന്ന ദിവസം ഞാനിവിടെ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, അപ്പോഴാണ് ഇന്ന രോഗമാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് നമ്മളോട് കൊടുക്കേണ്ടിട്ട് വരും. ഇനി ഇതൊന്നുമല്ല, ആദ്യമായിട്ടാണ് നമ്മൾ ഈ രോഗം ആ ഹോസ്പിറ്റലിൽ തന്നെ കണ്ടെത്തിയെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഫസ്റ്റ് കൺസൾട്ടേഷൻ കൊടുത്ത് അത് ക്ലിയർ ചെയ്യും. അപ്പോൾ ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലെയിം വരുമ്പം സാധാരണ ഫേസ് ചെയ്യുന്ന ചില കുഞ്ഞു കാര്യങ്ങൾ, കുഞ്ഞു രീതികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പം കമ്പനിയെ സംബന്ധിച്ചോളം കമ്പനിക്ക് ആദ്യം അറിയേണ്ടത്, ഒരു രോഗി പോളിസി എടുക്കുന്ന സമയത്ത് അവർക്ക് അസുഖമൊന്നുമില്ല, പോളിസി എടുത്തതിന് ശേഷമാണ് അസുഖം വന്നെങ്കിൽ ഫസ്റ്റ് കൺസൾട്ടേഷൻ ചോദിക്കും. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ഇരിക്കുന്ന പോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിക്കും ഡോക്ടേഴ്സ് ഉണ്ട്. അവരാണ് അണ്ടർ റൈറ്റിംഗ് ടീം എന്ന് പറയുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അവർ കൊടുക്കുന്ന റിപ്പോർട്ട് നമ്മുടെ കമ്പനിയിലെ അണ്ടർ റൈറ്റിംഗ് ടീം അത് നോക്കിയതിന് ശേഷം അവർ പോളിസി ഡോക്യുമെൻ്റ് എടുത്തിട്ട് അതൊന്ന് പരിശോധിക്കും. പോളിസി ഡോക്യുമെൻ്റ് എന്തെങ്കിലും ഹിസ്റ്ററി പറഞ്ഞിട്ടുണ്ടോ. ഫോർ എക്സാമ്പിൾ ഷുഗറുള്ള ഒരാളാണ്, ഷുഗർ കാണിച്ചിട്ടാണ് ഇതൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പം ഷുഗർ ആൾ കാണിച്ചിട്ടാണ് ഓക്കെ, ഷുഗർ കാണിച്ചെടുത്തിരിക്കുക, നമുക്ക് ക്ലെയിമിന് യാതൊരു വിഷയം വരത്തില്ല. എന്നാൽ ഷുഗർ കാണിക്കാതെ എടുത്തിട്ട് ഇയാൾക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ഷുഗറുണ്ട്, ഇയാൾ പോളിസി എടുക്കുമ്പോൾ ഷുഗർ കാണിച്ചിട്ടില്ല. അപ്പോൾ കമ്പനി ചോദിക്കുക എന്നാണ് നിങ്ങൾക്ക് ഷുഗർ ഉണ്ടായത്, അതിൻ്റെ ഫസ്റ്റ് കൺസൾട്ടേഷൻ റിപ്പോർട്ട് തരാൻ പറയും. അപ്പോൾ ഈ ഷുഗർ ഉണ്ടായത് പോളിസി എടുക്കുന്നതിന് മുമ്പാണ് നമ്മൾ മറന്നു, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ തന്നെ ഹിസ്റ്ററി കിടക്കുകയാണെന്ന് കരുതുക. ഇപ്പോൾ അഡ്മിറ്റ് ആയിരിക്കും ഹോസ്പിറ്റലിൽ ഹിസ്റ്ററി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലെയിം നോർമൽ റിജക്ഷൻ വരും. കാരണം കമ്പനിക്ക് കറക്റ്റായിട്ട് പ്രൂഫ് കിട്ടിക്കഴിഞ്ഞു, കാരണം നമ്മളിത് എന്ത് ചെയ്യുന്നു, പറയാതാണ് പോളിസി എടുത്തത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് കൃത്യമായ രീതിയിൽ നിങ്ങൾ പോളിസി എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന യാതൊരു പ്രശ്നവും ഇൻഷുറൻസിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് നന്മയുള്ളൊരു, നമ്മൾക്ക് ആപത്തിൽ, അതായത് 100 പേര് ചേർന്ന് ഇടുന്ന കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫണ്ടാണ് ഈ പറയുന്ന ക്ലെയിം വരുന്ന ആളുകളിലേക്ക് പോകുന്നത്. അങ്ങനെ എല്ലാവരും ഈക്വലായിട്ട് ചേർന്നുകൊണ്ട് ഈ ഷെയറായിട്ട് ഇടുന്ന ഫണ്ടുകളാണ് ഇവരിവിടെ വിനിയോഗിച്ച് ചെയ്യുന്നത്. പലർക്കും വളരെ ഹെൽപ്ഫുള്ളായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇതിനെക്കുറിച്ച് ഇനിയെങ്കിലും തെറ്റിദ്ധാരണയുള്ള ആളുകൾ അത് മാറ്റി വെക്കുക. നിങ്ങൾക്കറിയാവുന്ന ഒരു ഏജൻറ്റിനെ സമീപിക്കുക, നിങ്ങളുടെ പോളിസി എടുക്കുക. ഇനി ആദ്യത്തെ ഉള്ളവരുടെ പ്ലാൻ എടുക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ അടിയിൽ കുറിക്കുന്നുണ്ട്, എന്നെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്കത് പോളിസി എടുക്കാൻ സാധിക്കും. വേറെ ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് ഇങ്ങോട്ട് പോർട്ട് ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും
നിങ്ങൾ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ പോർട്ടബിലിറ്റി നമുക്ക് 65 വയസ്സിൽ താഴെയുള്ള ആളുകൾക്കേ ഉള്ളൂ. മറ്റ് കൂടുതൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടെങ്കിൽ പോർട്ട് ചെയ്ത് വരാൻ ഇങ്ങോട്ട് കിട്ടാനും വലിയ പാടായിരിക്കും. അപ്പം നിലവിൽ എന്തെങ്കിലും മാരകമായ അസുഖങ്ങൾ വന്ന് കൂടുന്നതിന് എപ്പാട് തന്നെ നിങ്ങൾ പോളിസി എടുക്കുക. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ചെറുപ്പക്കാർ ഒക്കെ ആദ്യം തന്നെ പോളിസി എടുക്കുന്നതാണ് നല്ലത്. ഞാൻ പറയാം, ഒരു ഫാമിലി ഫോളോയിൽ വരുന്നത് അപ്പനും അമ്മയും 25 വയസ്സിൽ താഴെയുള്ള ആൾക്കാരെ മക്കളായിട്ട് അതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്തോളൂ. 25 വയസ്സിൽ താഴെയുള്ള ആൾക്കാരെ മക്കളായിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു ഫാമിലി ഫോളോ അപ്പനും അമ്മയും 25 വയസ്സ് താഴെയുള്ള പിള്ളേരുമാണെന്നുണ്ടെങ്കിൽ ഫാമിലി ഫോളോ ആയിട്ട് എടുക്കാം. പിന്നെ അതിന് മേളിലുള്ള ആൾക്കാരാണ് ഇപ്പം ഒരു 30 വയസ്സും 28 വയസ്സുള്ള ഭാര്യയും ഭർത്താവും അവരെ രണ്ടോ മൂന്നോ പിള്ളേരും ഒക്കെ ആയിട്ട് അവർക്ക് എടുക്കാൻ സാധിക്കും. അതിനുശേഷം അവരുടെ മാതാപിതാക്കളാണ് അവർക്ക് സെപ്പറേറ്റ് ഫോൾഡർ ആയിട്ട് എടുക്കുക. അല്ലെങ്കിൽ പിന്നെ മൾട്ടി ഇൻഡിവിജ്വൽ ആയിട്ട് വലിയ പ്രീമിയം വരും. അപ്പോൾ അങ്ങനെ ഫാമിലി ഫോൾഡർ ആയിട്ട് എടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അറിയാവുന്ന പരിചയമുള്ള ഒരാളുമായിട്ട് സംസാരിക്കുക, എത്രയും പെട്ടെന്നൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക, ലൈഫ് സെക്യൂറാക്കുക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാണാം വീണ്ടും അടുത്ത വീഡിയോയുമായി. അതുവരേക്കും ബൈ ബൈ.